മുഖ്യമന്ത്രിയിൽ തീരുമാനമായതോടെ കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് സ്ത്രീകൾ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് UDF ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായി സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. ചരിത്ര വിജയം നേടി UDF അധികാരത്തിലുമെത്തി. മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയും ചെയ്യും. പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ KSRTC ബസ്സിൽ ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായം നിർത്തിവെച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് യാത്രക്കാർ എടുക്കുന്ന ടിക്കറ്റിൽ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ തരംതിരിച്ച് രേഖപ്പെടുത്തി തുടങ്ങിയത്. എന്നാൽ ഇതിലെ അശാസ്ത്രീയതയും മറ്റും ചൂണ്ടിക്കാണിക്കപ്പെട്ടതോടെ രണ്ടാം നാൾ തന്നെ കണക്കെടുപ്പ് അവസാനിപ്പിച്ചു. സൗജന്യ യാത്ര ആകുന്നതോടെ ഇനി മുതൽ കൂടുതൽ സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യാനും സാധ്യതയുണ്ട്. കൂടാതെ AC, സൂപ്പർ ക്ലാസ് സർവീസുകളിൽ ഉൾപ്പെടെയാണോ സൗജന്യ യാത്ര എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ അടക്കം വ്യക്തതയും തീരുമാനവും വരേണ്ടതുണ്ട്. അതിനാൽ നിലവിൽ വരുന്ന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾക്ക് ശേഷം മതി ഇത് സംബന്ധിച്ച നടപടികളെന്നാണ് KSRTCയുടെ നിലപാട്. TCV തൃശൂർ.